ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ലേഡീസ് പാൻറ്റിലൊക്കെ പോക്കറ്റ് തയ്ക്കാറുണ്ട്, കുർത്തിക്കും അതുപോലെ തന്നെ സിഗരറ്റ് പാൻറ്റിലൊക്കെ തയ്ക്കാറുണ്ട്. അത് എങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നുള്ള രീതിയാണ് നമ്മൾ കാണിച്ചു തരുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ നമ്മൾ പോക്കറ്റ് തയ്ക്കുന്നുണ്ട്. ആ രണ്ട് രീതിയിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ഒരു മോഡലിലാണ് നമ്മൾ പോക്കറ്റൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഈ ഒരു പീസിലാണ് നമ്മൾ കാണിച്ചു തരുന്നത്. ആദ്യത്തെ മോഡൽ നമ്മൾ ഈ ഒരു രീതിയിലാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് എളുപ്പമെന്ന് തോന്നുന്നത് ആ ഒരു രീതി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ നമുക്ക് രണ്ട് പീസ് ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ പാൻറ്റൊക്കെ തയ്ക്കുകയാണെങ്കിൽ നമുക്ക് ബാക്ക് പീസും അതുപോലെ തന്നെ ഫ്രണ്ട് പീസും വരുന്ന രീതിയിൽ രണ്ട് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. കാരണം നമ്മളിതൊരു പീസിൽ കാണിച്ചു തരികയാണ് കേട്ടോ. ഇതപ്പോൾ നമുക്കിത് ഫ്രണ്ട് പീസാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഇവിടെ മുകൾ ഭാഗത്ത് വരുന്ന നമ്മുടെ ഇലാസ്റ്റിക് ഒക്കെ വരുന്ന ഭാഗത്ത് നമ്മൾ എത്രയാണോ ഇറക്കം വേണ്ടത് അതിനനുസരിച്ച് ഒരു മാർക്കിംഗ് കൊടുക്കുക. ഇവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പോക്കറ്റിൻ്റെ ഓപ്പണിന് വേണ്ടി നമുക്കിവിടെ ഒരു 5.5 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 5.5 ഇഞ്ച് 6 ഇഞ്ച് അത് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നാൽ നോർമലായിട്ട് ഒരു 5.5 ഇഞ്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമുക്കിവിടെ കണ്ടോ ഈ ഒരു ഭാഗത്ത് നമ്മൾ മാർക്കിംഗ് വന്നിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോക്കറ്റ് നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. പോക്കറ്റിൻ്റെ ഷേപ്പ് ഇതാണ്. ഇത് നമുക്ക് മുകളിൽ വരുന്ന ഭാഗമാണ്, ഇത് നമ്മുടെ ബോട്ടം ഭാഗമാണ്. ഈ ഒരു റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെ നമ്മളൊരു 10 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടോട്ടൽ ലെങ്ത്ത് നമ്മൾ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് ഇറക്കാൻ നമ്മൾ മാർക്ക് ചെയ്ത് 12 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് എടുത്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ വീതി, അതായത് പോക്കറ്റിൻ്റെ വീതി നിങ്ങൾക്ക് ഒരു 7.5 ഇഞ്ച് 8 ഇഞ്ചൊക്കെ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് കൊടുക്കാം. ഇത് നിങ്ങൾക്കൊരു ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്യുക എന്ന് മാത്രമാണ് കാണിച്ചു വരുന്നത്. അത് നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് പോക്കറ്റിൻ്റെ വണ്ണം കൂട്ടിയൊക്കെ കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഫ്രണ്ട് ഭാഗം നമ്മളിവിടെ ഇതുപോലെ വെക്കുക. അതായത് നമ്മുടെ സിഗരറ്റ് പാൻറ്റിലൊക്കെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കിവിടെ പോക്കറ്റ് 2 പീസാണ് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു പീസ് ഇതുപോലെ വെക്കുക. അപ്പോൾ നമുക്കിവിടെ മുകളിൽ വരുന്ന ഭാഗം നമ്മുടെ ഇലാസ്റ്റിക് വരുന്ന ഭാഗമാണ്. അവിടെ നമുക്ക് മാർക്കില്ലേ, ആ ഒരു മാർക്കിനേക്കാൾ 1 ഇഞ്ച് മുകളിൽ, അതായത് ഈ ഒരു മാർക്കിനേക്കാൾ 1 ഇഞ്ച് മുകളിൽ ഈ ഒരു പോക്കറ്റിൻ്റെ പീസ് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്കിനി ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഇവിടെ ഒരു ബോക്സ് ടൈപ്പിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇവിടത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. എന്നിട്ട് നമ്മൾ നേരെ ഇതുപോലെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യും. ആ ഒരു പോക്കറ്റിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗമാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ കൊടുത്തുള്ള ആ ഒരു മാർക്കിംഗ് വരെ സ്റ്റിച്ച് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഈ ഒരു കോണ് പോലെ വരുന്ന ഭാഗമില്ലേ, ഇവിടെ നമ്മളൊരു കട്ടിങ് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ കട്ടിങ് കൊടുക്കുക. കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമുക്ക് കട്ടിങ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് കണ്ടോ ഈ രീതിയിൽ കട്ടിങ് കൊടുക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അതേ രീതിയിൽ ഇതുപോലെ കട്ടിങ് കൊടുക്കും. കണ്ടോ, ഈ രീതിയിൽ കട്ടിങ് കൊടുത്തതിന് ശേഷം ഈ ഒരു പീസിനെ നല്ലവണ്ണം നഖം വലിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ഈ ഒരു കട്ടിങ് വരുന്ന ഭാഗമല്ലേ, അവിടെ നമ്മൾ ഇതുപോലെ പിടിച്ചാൽ നമുക്കിവിടെ ആ ഒരു കോണ് പോലെ കിട്ടും. കണ്ടോ, ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ഈ ഒരു പീസിനെ നേരെ ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്കിവിടെ ഒരു മുകളിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം. അതായത് നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക. നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അതേ രീതിയിൽ തന്നെ ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങി ഇവിടെ നിർത്തി ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു സൈഡിൽ കൂടി മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്കിത് മുകളിൽ സ്റ്റിച്ച് ഇല്ലാതെയും ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അതിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ പോക്കറ്റിന് ഈ രീതിയിലാണ് ഉണ്ടാവുക. ഉൾവശം നമുക്ക് ഇതുപോലെ കിട്ടും. കണ്ടോ, ഈ രീതിയിൽ കിട്ടും. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പീസ്, 2 പീസിലാണ് നമ്മൾ ഇതിൻ്റെ പോക്കറ്റ് കട്ട് ചെയ്തെടുത്ത് ലോക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടെ ആദ്യത്തെ പീസിന് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഓവർലോക്ക് ചെയ്തിട്ടുള്ള ആ ഒരു സൈഡിൽ കൂടി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു രീതിയിൽ കിട്ടി. കണ്ടോ, പോക്കറ്റിൻ്റെ ആ ഒരു രീതിയിൽ കിട്ടി. കറക്റ്റ് ഇവിടെ വെച്ച് കൊടുത്ത് നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊന്ന് ഈ ഒരു
പീസ്, അതായത് പോക്കറ്റിൻ്റെ പീസും ഈ ഒരു പീസും കൂട്ടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഓപ്പണിൻ്റെ ഈ ഒരു ഭാഗത്തും കറക്റ്റ് വെച്ച് കൊടുത്തൊന്ന് സ്റ്റിച്ച് ചെയ്തു. രണ്ട് പീസും കൂട്ടി തയ്ച്ചു. ഫ്രണ്ട് പീസും പോക്കറ്റ് പീസും കൂട്ടി നമ്മൾ ആ സൈഡ് ഭാഗം നമ്മളൊന്ന് തയ്ച്ചു വെച്ചു കണ്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് പോക്കറ്റിനെ കിട്ടും കണ്ടോ, ഓപ്പൺ കിട്ടുന്നതുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പീസിനെ ഇവിടെ ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു പോക്കറ്റിൻ്റെ ഓപ്പൺ വന്നിട്ടില്ല ആ ഒരു മാർക്കിംഗ് ഇല്ലേ, ആ ഒരു മാർക്കിനെ കണക്കായിട്ട് വെച്ച് കൊടുത്താൽ മതി. കാരണം നമ്മുടെ ഈ ഒരു പീസിൽ നമ്മുടെ അത് മാർക്കിംഗ് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ സാധാരണ തയ്ക്കുന്ന പോലെ തന്നെ തയ്യൽ തുമ്പ് പിടിക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു പോക്കറ്റ് തുടങ്ങുന്ന ആ ഒരു ഭാഗമില്ല, അവിടെ നല്ലവണ്ണം ഒന്ന് കെട്ടിയടിക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ടും ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പോക്കറ്റിൻ്റെ ഓപ്പൺ വരുന്നില്ല ആ ഒരു ഭാഗമില്ലേ, അവിടെ സ്റ്റിച്ച് ടച്ച് ചെയ്യാതെ ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ രണ്ട് ഭാഗത്തും ആ ഒരു കട്ടിങ് ഓപ്പൺ വരുന്ന തുടങ്ങുന്ന ആ ഒരു രണ്ട് ഭാഗത്തും നല്ലവണ്ണം ഒന്ന് കെട്ടിയടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. നമുക്ക് നല്ലൊരു പോക്കറ്റ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിൽ പോക്കറ്റ് തയ്ക്കുന്നതാണ് കാണിച്ചു വരുന്നത്. അതായത് നമ്മുടെ ബാക്ക് പീസിനെയും ഫ്രണ്ട് പീസിനെയും നമ്മൾ ഇതുപോലെ ഒരുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ മുകളിൽ നിന്ന് നമ്മുടെ പോക്കറ്റ് ഇറക്കിയിട്ടുള്ള ആ ഒരു ഭാഗം വരെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നിന്ന് താഴോട്ട്, അതായത് നമുക്ക് കുർത്തിക്കൊക്കെ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു പോക്കറ്റാണിത്. നിങ്ങൾക്ക് സിഗരറ്റ് പാൻറ്റിലും അതുപോലെ തന്നെ ഈ ഒരു പോക്കറ്റ് തയ്ച്ചെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ രണ്ട് ഭാഗത്തേക്കും ഒന്ന് പതിച്ച് വെക്കുക കണ്ടോ. നല്ലവണ്ണം ഒന്ന് അകം വലിച്ച് നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത പീസിനെ രണ്ട് ഭാഗത്തേക്കും ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കും കേട്ടോ. അതിനുശേഷം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പോക്കറ്റ് ഇതിലൊരു പീസ് എടുക്കുന്നു. അതിനെ നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഈ ഒരു ഭാഗം നമ്മളൊന്ന് ഇതുപോലെ മടക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ മടക്കി കൊടുത്ത് നമ്മുടെ ഈ ഒരു മുകളിലുള്ള ഈ ഒരു ഓപ്പൺ വരുന്നില്ലേ, ഓപ്പൺ തുടങ്ങുന്ന ആ ഒരു ഭാഗത്തിനേക്കാൾ 1 ഇഞ്ച് മുകളിൽ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് വെച്ച് കൊടുക്കുക കണ്ടോ. കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇത് നമ്മുടെ ബോട്ടം ഭാഗമാണ്, ഇത് നമ്മുടെ മുകളിലുള്ള. ഇപ്പോൾ മുകളിലുള്ള ഭാഗത്ത് നമ്മൾ താഴോട്ടേക്ക് ആ ഒരു പീസിൽ കൂടി, അതായത് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തിട്ടില്ല അതിൻ്റെ സൈഡിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി നമ്മുടെ പീസിനെ നമ്മൾ നേരെ തിരിച്ച് ഇതുപോലെ വെച്ചതിന് ശേഷം ഇനി നമുക്ക് രണ്ടാമത്തെ പീസുണ്ട്, ഇത് നമ്മൾ ഇതുപോലെ വെച്ചെടുക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പീസിനെയും ഇതേ രീതിയിൽ തന്നെ വൺ സൈഡ് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ. ഇതുപോലെ മടക്കിയെടുത്ത് ഈ ഒരു പീസിൽ ഇവിടെ ഇത് വെച്ച് കൊടുക്കുക കേട്ടോ. അതായത് നമുക്ക് രണ്ട് ഭാഗത്തേക്കും, ആദ്യത്തെ ഭാഗത്തേക്ക് പ്രസ് ചെയ്ത് വെച്ച പീസിലാണ് ആദ്യം തയ്ച്ചത്, അതിൻ്റെ രണ്ടാമത്തെ സൈഡിലേക്കും ഈ ഒരു പീസിനെ കറക്റ്റ് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റ് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു പീസിന് രണ്ട് പീസിനെയും ഇതുപോലെ ഒന്ന് കൂട്ടി വെക്കുക. ഇതുപോലെ കൂട്ടി വെച്ചതിന് ശേഷം നമുക്കിവിടെ നിന്ന് കേട്ടോ ഈ ഒരു പീസിൻ്റെ മുകളിൽ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങി റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കറക്റ്റ് വെച്ച് കൊടുത്ത് കേട്ടോ ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ രീതിയിലുള്ള പോക്കറ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം നിങ്ങൾക്ക് അത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് രീതിയും സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാകുന്ന രീതി തന്നെയാണ് രണ്ട് മെത്തേഡിലും ചെയ്ത് കഴിഞ്ഞാൽ. അതിൽ നിങ്ങൾക്ക് ഏതാണോ ഈസി അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ രണ്ട് രീതി നമ്മൾ കാണിച്ചു വന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.